നമ്മള് റിയാക്ഷൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു വീഡിയോ ആണ് നമ്മൾക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ് കമൽ ഫിലിംസ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഇറക്കിയ സംഭവം ഇതൊന്നും പിന്നെ ഇറക്കുന്നത്, പക്ഷേ അതെല്ലാ സംഭവം പിന്നീട് നമുക്ക് മനസ്സിലായി. നമ്പർ കണ്ടപ്പോഴാണ് കൺഫ്യൂഷൻ ആയത്. കാരണം നമ്മൾ ഇറക്കിയ സാധനമായിരിക്കും, കണക്കുകളൊന്നും ശരിയല്ലല്ലോ. അത് 234 ആയിരുന്നു. അത് കഴിഞ്ഞ് 235ഉം 6ഉം എനിക്ക് തഗ് ലൈഫും പിന്നെ അതുപോലെ വേറൊരു സിനിമയും നമ്മളെ കൽക്കിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോ അതായിരിക്കും ഇത് 237. അതായത് 237 എന്നാണ് പടത്തിന്റെ പേര്. സംഭവം നമ്മൾ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതെന്താ ഇതിനകത്ത് വേറെ ആളുകളുടെ പേരൊന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലക നായകൻ കമൽ ഹാസൻ ഡ്രോപ്സ് ദ ബോംബെൽ. കേസ് 237 is on its way. Get ready to witness the greatness. ആൻഡ് അത് മാത്രല്ല, തംബ്നെയിലില് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡയറക്ടറിന്റെ പേരുണ്ടാവില്ലേ, അവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അൻബറീവ് ഫിലിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അൻബറീവ് മാസ്റ്റേഴ്സിന്റെ പടം ഫസ്റ്റ് ടൈം ഇൻ ഡയറക്ഷൻ ആണോന്ന് അറിയില്ല. നമ്മളുടെ അറിവില് ഫസ്റ്റ് ടൈം ഡയറക്ഷൻ ആണ്. ഇനി ചെയ്തിട്ടുണ്ടോന്നൊന്നും അറിയില്ല. നമ്മള് കൂടുതലും കേട്ടിരിക്കുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി, പ്രത്യേകിച്ച് അവരുടെ ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സിനിമകൾ നമുക്ക് എനിക്കൊന്ന് ഇപ്പോഴത്തെ എല്ലാവർക്കും സിനിമയെ കുറിച്ച് ചെറിയൊരു നോളജ് ഉള്ളവർക്ക് വരെ അൻബറീവ് എന്ന് പറഞ്ഞ സംഭവം അറിയാൻ പറ്റും. അപ്പൊ അവര് ഡയറക്ഷനിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു സിനിമ എന്തായാലും പക്ക ആക്ഷൻ പടമായിരിക്കും, പക്ക ആക്ഷൻ സംഭവമായിരിക്കും. ഒരു രക്ഷയില്ല. അതാണ് ബോംബെൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല വിറ്റ്നസ് ദ ഗ്രേറ്റ്നസ്, ആ ഒരു ആക്ഷൻ സംഭവം ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ എന്നാണ് പറയുന്നത്. എന്താ സംഭവം നമുക്ക് കാണാം. ഒരു കണ്ണ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ കണ്ണാണെങ്കിൽ ഫുൾ പൂച്ചക്കണ്ണായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ഒരു റെഡ് ഷെയ്ഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു വില്ലൻ ഷെയ്ഡ് ആയിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ പൊതുവെ ആ ഒരു വില്ലൻ ഷെയ്ഡിലുള്ള സംഭവങ്ങളാണ് കൂടുതലും വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ആ ഒരു കുഞ്ഞു വീഡിയോനകത്ത് പറയാനുള്ളത്. അനൗൺസ്മെന്റ് അല്ലേ, അപ്പൊ എനിക്കൊന്നും ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു കൺഫേം ആയിട്ടുണ്ടാവും. പിക്ചർ ഇതിനകത്ത് പറഞ്ഞിരിക്കണ കമൽ ഹാസൻ പ്രൊഡ്യൂസറും രാജ് കമൽ തന്നെയാണ്, രാജ് കമൽ ഇന്റർനാഷണൽ തന്നെയാണ്. തുടങ്ങിയാലോ, നോക്കാം. ആ ബീച്ച് നല്ല രസമുണ്ടല്ലേ. ഇത് മറ്റേ ഇത് പോലെയില്ലേ വേറൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ്. റെസ്റ്റ് ഈസ് ആക്ഷൻ 2025. അപ്പോ 2025 മാസ്റ്റേഴ്സ് അവരെന്നെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ. കാരണം അൻബറീവ് എഴുതിയിരിക്കുന്നത് അൻബറീവ് ഫിലിം തന്നെ പറഞ്ഞേക്കണേ. അപ്പൊ അത് മാത്രമല്ല റെസ്റ്റ് ഈസ് ആക്ഷൻ ആ സംഭവം വന്നപ്പോ ഒന്നുകൂടി കൺഫേം ആയി ഇത് ഇവരുടെ പടം തന്നെ. എങ്കിയോ പാത്ത മാതിരി ഇருக்கு എന്നൊക്കെ പറയുന്ന പോലെയാണ് ശരിക്കും ആ ഒരു പിക്ക്. കാരണം ഈ സംഭവം പെട്ടെന്ന് കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ നമ്മുടെ 2.0 അല്ലെ, ആ ഒരു സാധനത്തിന്റെ പ്രത്യേകിച്ച് നമ്മൾ അക്ഷയ് കുമാറിന്റെ ആ ഒരു ലുക്കില്ലേ, ആ ഒരു കണ്ണ് അതുപോലെ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു. ശരിക്കും നമ്മൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി ഒന്ന് യൂസ് ചെയ്യായിരുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസ്പിറേഷൻ ആണോ എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ഇതിനകത്ത് കാണുന്ന സമയത്ത് ആ ഒരു ലുക്ക് പോലെയുണ്ട്. കറക്റ്റ് അക്ഷയ് കുമാറിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു പക്ഷിരാജൻ, ആ പക്ഷിരാജന്റെ ഒരു കണ്ണ് പോലെ ഉണ്ട് കാണുന്ന സമയത്ത്. ഉലക നായകൻ കമൽ സർ, നമുക്കറിയാം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുമാതിരി ലെവലാക്കുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല ആക്ഷനാണ്. ആക്ഷൻ അദ്ദേഹം ചെയ്യുന്ന രസം എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴും ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് വരുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളെ ദശാവതാരല്ല, മറ്റേ പടമില്ലേ, വരുന്ന പടത്തിന്റെ പേര് മറ്റേ അതിനുശേഷം ഇറങ്ങിയ പടം, ദശാവതാരത്തിന് ശേഷം ഇറങ്ങിയ പടം വിശ്വരൂപം മൂവിന്റെ അകത്ത് ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് ഒരു ആക്ഷൻ സീൻ ഉണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഗൂസ് ബംസ് സാധനം വരും. അപ്പൊ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഡാൻസ് ആയാലും ആക്ഷൻ ആയാലും അദ്ദേഹത്തിന്റെ ഒരു മെയ്വഴക്കം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പടം കാണാത്തോണ്ട് ഞാനത് അഭിപ്രായം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ എന്ത് റോള് കിട്ടിയില്ലെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പൊ എന്ന് വെച്ചാൽ ബാക്ക് ടു ബാക്ക് പടങ്ങളാണ് അല്ലെ.
അതായത് ഒരു പടം കഴിഞ്ഞ് വേറെ പടം വേറെ പടം വേറെ പടം. തഗ് ലൈഫ് ഒക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓൺബോർഡ് നമ്മളിങ്ങനെ ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ കരിക്ക് വരാനുണ്ട്. അത് മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു സോൾ ആയിട്ട് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. അത് മാത്രമല്ല ആക്ഷൻ, അത് ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ആക്ഷൻ ഒക്കെ ചെയ്യുന്നു പറയുമ്പോൾ അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ആ ഒരു ഗട്ട്സ് എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. അത് മാത്രമല്ല നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണുകൾ തന്നെയാണ് ശരിക്കും ഇപ്പോഴും ഓരോ മൂവിയിൽ കാണുമ്പോഴും ആ ഒരു ലൈഫ് നമുക്ക് തരുന്നത്. അപ്പൊ എന്തായാലും എന്താ സംഭവം എന്നുള്ളത് നോക്കാം. 2025 പടം ഉള്ളത്. എന്തായാലും ഇതിന്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ വരും. ഇതിപ്പോ ആ ഒരു സന്തോഷ സൂചകമായിട്ടാണ് തോന്നുന്നത് ഈ സംഭവം. അവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊജക്ട് ചിലപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു സന്തോഷമായിട്ടായിരിക്കും നമുക്ക് അപ്ഡേറ്റ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ